നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, അങ്ങനെ തിരുവനന്തപുരം തലസ്ഥാന നഗരി കോർപ്പറേഷൻ അങ്ങനെ NDA അരിച്ചുവാരി തൂക്കി കയറിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. എല്ലാം ആര്യ രാജേന്ദ്രന്റെ അനുഗ്രഹവും ഐശ്വര്യവും. അതായത് ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ഓരോ ആരോപണങ്ങളും മുന്നിട്ട് വന്നപ്പോഴും പലപ്പോഴും CPM-ഉം LDF-ഉം ഒക്കെ തന്നെ അതിനെ നിഷ്പ്രയാസമാണ് തള്ളിക്കളഞ്ഞത്. യദുവിന്റെ പ്രശ്നം, ആറ്റുകാൽ പൊങ്കാലയിൽ ഉണ്ടായ അഴിമതിയുടെ കണക്കുകൾ, അതുപോലെ തന്നെ വീട് വെച്ച് നൽകുന്നില്ല, അതുപോലെ തന്നെ ഈ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച കട്ടളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ പിൻവാതിൽ നിയമനം തുടങ്ങി നിരവധി അനവധി ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, അതുപോലെ തന്നെ BJP-യുടെ പ്രതിഷേധങ്ങൾ, LDF ഈ കോർപ്പറേഷന് മുന്നിൽ LDF-നെയും മേയറിനെയും തടഞ്ഞുകൊണ്ട് BJP ഇതുവരെയും കാണാത്ത രീതിയിലുള്ള സംഹാര താണ്ഡവം നടത്തിയെന്ന് പോലും വേണമെങ്കിൽ പറയാം. അങ്ങനെ BJP-യുടെ ആവേശപരമായിട്ടുള്ള ഒരു പ്രതിപക്ഷം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്നുണ്ടായ അഴിമതിക്കെതിരെയും ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിനെതിരെയും BJP കൊണ്ടുവന്നത്. എന്തായാലും BJP വലിയ ആവേശമൊക്കെയാണ് മുന്നിട്ട് വന്നത്. അത് തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ കാണാൻ സാധിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. അങ്ങനെ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു കോർപ്പറേഷൻ, അതും തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ NDA പിടിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. ഏകദേശം 30 അടുക്കുകയാണ് സീറ്റുകൾ, 30 NDA. അതുപോലെ തന്നെ പുറകിലേക്ക് പോവുകയാണ് LDF എന്ന് വ്യക്തമാകുന്നു. 18 സീറ്റാണ് LDF. തൊട്ട് പിന്നാലെ തന്നെ UDF ഉണ്ട്. UDF 12 സീറ്റായി മാറുന്നു. യുഡിഎഫിന് ഒരു വമ്പിച്ച വിജയം എന്ന് തന്നെ പറയാം. കാരണം മുമ്പ് ജയിക്കാത്ത എല്ലായിടത്തുമാണ് ഇപ്പോൾ UDF ജയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ശ്രീലേഖ IPS ജയിച്ചു. ശാസ്തമംഗലം വാർഡിൽ നിന്നും ശ്രീലേഖ IPS ജയിച്ചു എന്ന് വ്യക്തമാവുകയാണ്. വലിയ പ്രതീക്ഷയിലായിരുന്നു ശ്രീലേഖ IPS ഉണ്ടായിരുന്നതെങ്കിൽ കൃത്യമായി തന്നെ ശ്രീലേഖ IPS ജയിച്ചിരിക്കുന്നു. ശ്രീലേഖയുടെ പാർട്ടിയേക്കാൾ ഉപരി ചിലർ ശ്രീലേഖ എന്ന ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ശ്രീലേഖ IPS എന്ന് പറയുന്ന ആ പദവി പലരും സ്നേഹത്തോടു കൂടി എടുത്തിരുന്നു. പിന്നെ NDA എന്ന് പറയുന്ന ആ പാർട്ടിയെ സ്നേഹിക്കുന്നവരും ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ശക്തമായ പോരാട്ടം തന്നെയാണ്. തൊട്ടടുത്ത് എന്ന് പോലും പറയാൻ കഴിയാതെ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തള്ളിക്കൊണ്ട് LDF-നെയും പിന്തള്ളിക്കൊണ്ട് ഈ NDA തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഭരണം പൂർത്തിയാക്കി അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും ഇനി അടുത്ത മേയർ എന്നുകൂടിയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. മുഴുവനായി നോക്കുകയാണെങ്കിൽ UDF-ന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കേരളം മുഴുവൻ നമുക്ക് നോക്കുകയാണെങ്കിൽ UDF-ന്റെ ഒരു മുന്നേറ്റം തന്നെയാണ്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റികളിൽ നോക്കുകയാണെങ്കിൽ നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ, വർക്കല, പരവൂർ, പുനലൂർ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, അടൂർ ഒഴികെയുള്ള ബാക്കിയിടങ്ങളിൽ LDF ആണ് ഒരു ജയം നൽകി മുൻതൂക്കം ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ എറണാകുളത്തേക്ക് 27 LDF-ഉം UDF 45 സീറ്റിൽ UDF മാറുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ UDF 34, LDF 11, NDA 8 എന്നിങ്ങനെ മാറുന്നു. തിരുവനന്തപുരത്ത് UDF 10. ഇത് ആദ്യത്തെ ഘട്ടത്തിൽ, അതായത് ജില്ലാ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 28-ൽ 27 ആണ് ഇപ്പോൾ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. അതിൽ LDF ആണ് 16 LDF, UDF 10, NDA 1 എന്നുള്ളതാണ്. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് 30-ൽ 30ഉം LDF-നാണ് മുൻതൂക്കം. എന്തായാലും മുഴുവനായി നോക്കുമ്പോൾ UDF തന്നെയാണ് വിജയ കൊടിയിരം ചൂടിയിരിക്കുന്നത്. പക്ഷേ രാജ്യശ്രദ്ധ നേടിയ, അല്ലെങ്കിൽ കേന്ദ്രമടക്കമുള്ളവർ ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ അത് പാട്ടും പാടി ജയിച്ചിരിക്കുന്നു, BJP ജയിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. പൂജപ്പുര UDF LDF-ന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പൂജപ്പുരയും പോയിരിക്കുന്നു. ഇപ്പോൾ 29 NDA 29, LDF 19, UDF 12 എന്നിങ്ങനെ വരുന്നു. 29 എന്ന് പറയുന്ന ഒരു മൃഗീയ ഒരു ചാട്ടം തന്നെയാണ് LDF ഉണ്ടായിരിക്കുന്നത്. ഇനി എണ്ണിത്തീരാൻ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് വ്യക്തമാകുമ്പോൾ ഏകദേശ വിജയം ഈ NDA ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. ആഘോഷങ്ങളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ശബരിനാഥിന്റെ ഒരു ഇത് അറിയാനുണ്ട്. ശബരിനാഥ് ജയിച്ചോ ഇല്ലയോ എന്നറിയണം. UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശബരിനാഥ്. MLA പദവിയിൽ നിന്നും അതായത് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉയർത്തി, അതായത് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന ശബരിനാഥിന്റെ ജയം തോൽവി എങ്ങനെ എന്നറിയേണ്ടതുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആര്യ രാജേന്ദ്രന്റെ ഭരണ മികവിലാണോ എന്ന് പറയാൻ സാധിക്കില്ല. ഭരണം ഒന്നുകൊണ്ട് മാത്രം അങ്ങനെ കഴിഞ്ഞ കുറെ നാളുകളായി LDF പിടിച്ചുകൊണ്ടിരുന്ന പല കോട്ടകളും ഇപ്പോൾ നശിച്ച് നാറാണക്കല്ലെടുക്കുകയാണ് എന്ന് വ്യക്തമാകുന്നു. ഒരു വളരെ പ്രായം കുറഞ്ഞ നേതാവ് ആയിരുന്നു. പക്ഷേ വേറൊരു കാര്യം, ഈ ആര്യ രാജേന്ദ്രന്റെ വാർഡിൽ വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി
ഗോപകുമാർ എന്ന കൗൺസിലർ ജയിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. 3000-ൽ അധികം വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ്, അത് ഈ പാർട്ടി നോക്കിയല്ല ആരും വോട്ട് ചെയ്തത്, അദ്ദേഹം എന്ന വ്യക്തിയെ നോക്കിയാണ് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് 2903 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. 2903 വോട്ടിന്റെ ഭൂരിപക്ഷം. 3930 LDF, UDF 801, BJPയും അവിടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ 1022 വോട്ട് BJP നേടിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. 2903 വോട്ടിന്റെ ലീഡിലാണ് LDF ജയിച്ചത് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ നിലനിർത്താനായി ഇതാ വരികയാണ് BJP എന്ന് പറയുന്നു. VV രാജേഷ് ജയിച്ചിരിക്കുന്നു. ഒരു പക്ഷെ അടുത്ത മേയർ VV രാജേഷ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാകുന്നു. പൂജപ്പുരയിലാണ് VV രാജേഷ്, തുടർച്ചയായുള്ള 2ാം വിജയമാണ് VV രാജേഷിന് പൂജപ്പുരയിൽ നിന്നുള്ളത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.